ഇന്നേ വരെ അധികാരം പിടിക്കാത്ത സംസ്ഥാനങ്ങളിൽ വരെ അവർ അധികാരത്തിലെത്തിയപ്പോൾ കർണാടക മാത്രം അവരുടെ കയ്യിലില്ല. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള കർണാടക, ഏറ്റവും ശക്തമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ കർണാടകയെ അവർക്ക് അങ്ങനെയൊന്നും നഷ്ടപ്പെടുത്താൻ കഴിയുന്നില്ല, മനസ്സ് വരുന്നില്ല. BJP എംപിമാരെ ഏത് കഷ്ടകാലത്തിലും ഏറ്റവും കൂടുതൽ എംപിമാരെ സമ്മാനിച്ചിട്ടുള്ള സമയം 2009 കാലഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിലായിരുന്നപ്പോൾ പോലും കോൺഗ്രസിനേക്കാൾ ഒരുപടി മീതെയായിരുന്നു BJPക്ക് കർണാടകയിൽ നിന്നുള്ള എംപിമാരുടെ കണക്കെടുത്താൽ നമുക്ക് പറയാൻ കഴിയുന്ന. അങ്ങനെയുള്ള കർണാടകയിൽ ഇപ്പോൾ DK ശിവകുമാർ കോൺഗ്രസിനെ നയിക്കുകയാണ്. മന്ത്രിസഭയിൽ DK മുഖ്യമന്ത്രിയായപ്പോൾ ഉണ്ടായ ആവേശം, സാധാരണക്കാർ വലിയ തോതിൽ തെരുവിലിറങ്ങി ആഘോഷ തിമർപ്പിലാണ്. കാരണം അവരെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, DK വന്നാൽ കോൺഗ്രസിന് കൃത്യമായി മേൽക്കൊയ്മ ഉണ്ടാകും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തതേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന് ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ കേവലം 2 കൊല്ലത്തിന് താഴെ മാത്രമേ ഉള്ളൂ. അതായത് കൃത്യമായി പറഞ്ഞാൽ DK ജനങ്ങൾ കാത്തിരിക്കുന്നത് അധികാര തുടർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് BJPക്ക് പോലും നന്നായി വ്യക്തമായി അറിയാം. അതിന്റെ എല്ലാ ചുരുക്കം അവർക്കുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, രാജ്യസഭ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. വലിയ തോതിലുള്ള അട്ടിമറിയൊന്നും നടത്താതിരിക്കാൻ ബോധപൂർവം BJP ശ്രമിക്കുകയാണ്. കാരണം ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ മാത്രമേ അവർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുള്ളൂ. എക്സ്ട്രാ രീതി, ഉദാഹരണത്തിനായി മധ്യപ്രദേശിലൊക്കെ അവർക്ക് വേണമെങ്കിൽ ഒരു സീറ്റിൽ കൂടി നിർത്തി ക്രോസ് വോട്ടിങ്ങിലൂടെയൊക്കെ കോൺഗ്രസ്സുകാരെ വിലയ്ക്ക് വാങ്ങി വിജയിപ്പിക്കുന്ന രീതിയിലുള്ള ആ തന്ത്രങ്ങളൊക്കെ പലയിടത്തും പയറ്റാറുണ്ട്. അതൊന്നും നോക്കുന്നില്ല. കാരണം DKയുടെ പ്രതാപകാലമാണ് ഇപ്പോൾ എന്ന് തിരിച്ചറിവുള്ള നേതാക്കൾ തന്നെയാണ് കർണാടകയിലുള്ളത്. കർണാടകയിൽ ഇനി DKയുടെ ഏറ്റവും ശക്തമായ വാശിയേറിയ പ്രവർത്തന രീതികളായിരിക്കും. യുവാക്കളെ അദ്ദേഹം കയ്യിലെടുത്തു. ഫ്രീ ബസ് സർവീസ് ഉൾപ്പെടെയുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രധാന പരിപാടികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. ബാംഗ്ലൂരിലെ ഗതാഗത കുരുക്ക് എങ്ങനെയൊക്കെ ഘട്ടം ഘട്ടമായി അതിനെ ഉരുക്കഴിക്കാം എന്നുള്ളതിന്റെ നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ വളരെ വിജയകരമായി കാര്യങ്ങൾ തീരുമാനിപ്പിച്ച് അത് നടപ്പിലാക്കാൻ അദ്ദേഹം സശ്രദ്ധാപൂർവം നടപടികൾ എടുക്കും എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ചത്, അദ്ദേഹം എന്തുകൊണ്ടാണ് കൃത്യമായി റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ, മതപരമായിട്ട് തന്നെ അദ്ദേഹം കൂടുതൽ, അദ്ദേഹത്തിന്റെ വേഷവിധാനത്തിലായിരുന്നാലും അദ്ദേഹത്തിന്റെ രീതികളിലായിരുന്നാലും അദ്ദേഹം കൂടുതൽ ഹൈന്ദവ അനുഷ്ഠാനങ്ങളെല്ലാം പാലിക്കുന്നുമുണ്ട്. അതേസമയം അദ്ദേഹം ശക്തനായൊരു മതേതരവാദിയുമാണ്. ഇതാണ് BJP ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. BJPക്ക് ഒരിക്കലും ഹിന്ദുയിസം എന്ന് പറഞ്ഞുകൊണ്ട്, ഹിന്ദുത്വ എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകയിൽ വോട്ട് പിടിക്കാൻ ഇനി കഴിയില്ല. ആ രീതിയിൽ ഇനി BJPക്ക് വോട്ടുകൾ സ്വാംശീകരിക്കാൻ കഴിയില്ല എന്നതാണ് അവർ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം.